വീട്ടിൽ നിന്ന് കാലെടുത്ത് പുറത്ത് വെച്ചാൽ തന്നെ ഒരു 100 കണക്കിന് ചോദ്യങ്ങളല്ലേ. ജോലി കിട്ടിയില്ലേ, വണ്ണം വെച്ചോ, മെലിഞ്ഞോ, എന്തായി, പഠിക്കുന്നില്ലേ, പഠിച്ചാൽ ഇതൊക്കെ മതിയോ? സമാധാനപരമായിട്ട് ആരുടെ ഒപ്പീനിയൻസും കമന്റ്സും ഒന്നും കേൾക്കാതെ നടക്കാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ലക്ഷറിയാണ്. നമുക്കില്ലാത്തൊരു ലക്ഷറി. ഇങ്ങനെ 100,000 ചോദ്യങ്ങൾക്ക് ഒപ്പീനിയൻസിന്റെ ഇടയിൽ ജീവിക്കേണ്ട നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ട ഒരു കലയുണ്ട്. എന്താണെന്നറിയാമോ? ഹൗ ടു ഇഗ്നോർ പീപ്പിൾ ഹു ഹേർട്സ് യു. ആൾക്കാരെ ഇഗ്നോർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇഗ്നോർ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? And please excuse my background because slightly irritated spot and ഈ അവോയ്ഡ് ചെയ്യേണ്ട ആൾക്കാരിൽ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് ആരാന്നറിയാമോ? നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന, അൺറിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന, ഭൂമി ഇതൊന്ന് താഴെ ഇറങ്ങി വന്നൂടെ, എല്ലാരും ചെയ്യുന്ന എന്തെങ്കിലും നേരെയുള്ള കാര്യങ്ങൾ ചെയ്തൂടെ എന്ന് നമ്മൾ എന്ത് ഡ്രീം ചെയ്താലും അതിനെ പുച്ഛിച്ച് തള്ളുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവരെയാണ് ആദ്യം നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഓരോ ഡ്രീംസിനെയും നമ്മുടെ ഓരോ കാര്യങ്ങളെയും പുച്ഛിക്കുന്ന ആൾക്കാർ അവർ സ്വയം അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള കോൺഫിഡൻസോ കറേജോ എഫോർട്ടോ എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് 5 അടി ഉറപ്പായിട്ടും മാറി നിൽക്കും. അടുത്തതാണ് നാട്ടുകാരെന്ത് പറയും ഗ്രൂപ്പ്. ഇവർക്ക് എന്ത് പറഞ്ഞാലും അയ്യോ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പഠിക്കരുത്, അവിടെ പഠിക്കാൻ പോകരുത്, ഇതിടരുത്, അതിടരുത്, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർക്ക് നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാനുള്ള മടിയോ മറയോ കാരണം അവരുണ്ടാക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ് നാട്ടുകാരെന്ത് പറയും. അയ്യോ അവിടെ പഠിക്കാൻ പോകരുത്, ആ ഡ്രസ് ഇടരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നാട്ടുകാരെന്ത് പറയും. ആക്ച്വലി ഇവർ ഈ നാട്ടുകാരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവരെ അതേ മെന്റാലിറ്റി ഉള്ള കുറച്ച് ആൾക്കാരാണ്. ഈ ആൾക്കാർ തന്നെ നമ്മളോട് നാട്ടുകാർ എന്ത് പറയും എന്ന് പറയുന്ന ആൾക്കാർ തന്നെ മാറി നിന്ന് ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ കുറിച്ച് കുറ്റം പറയും. അതാണ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് നാട്ടുകാർ എന്ത് പറയും ആൾക്കാർ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം പ്രശ്നമായിരിക്കും, ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമായിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും പിന്നെ കസിൻസും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവർക്ക് നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഫെയിലിയർ ആണെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈവൻ വെൻ നമ്മൾ അവരുടെ ജെന്യുവൻ ഇന്റൻഷൻസ് കാണിച്ചാലും, അവർ നമ്മുടെ ബ്ലഡ് റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ വളരെ അടുത്ത ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മുടെ സക്സസിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയറിനെയാണ് അവരുടെ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ബെറ്റർ ആയിട്ട് ചെയ്യുന്നത് അവരെ ഭയങ്കര കുറച്ച് കാണുകയാണെന്ന് അവർ സ്വയം ചിന്തിക്കുക. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈവൻ വെൻ വി ഷോ ജെനുവിൻ ഇന്റൻഷൻസ് ദം, അവർക്ക് നമ്മൾ ഇപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആണ്. ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാ. എന്താണെന്നറിയാം, കുറച്ച് റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ എല്ലാവരും നമ്മൾ ഇന്ന ആളിനെ വെച്ച് അല്ലെങ്കിൽ ആ കുട്ടിയെ വെച്ച് കുഞ്ഞിലേ മുതൽ കമ്പയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടോ. മാർക്ക്, നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ ജീവിതത്തിലെ അച്ചീവ്മെന്റ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവർ ആരെങ്കിലും വെച്ച് കമ്പയർ ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരെ, നമ്മളൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും അവരുമായിട്ട് എൻഗേജ് ചെയ്യാനേ പാടില്ല. ഇനി അടുത്ത ഞാൻ പറയുന്ന ആൾക്കാർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പീനിയൻസ് വാരി വിതറുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളൊന്നും ചോദിക്കണ്ട, അവർ ഇങ്ങോട്ട് എല്ലാം പറഞ്ഞു തന്നോളൂ. നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാം. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവരുടെ ഒപ്പീനിയൻസ് നമ്മളോട് പറയുന്നത്. ആൻഡ് 100% സമയത്തും ഇതെല്ലാം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ആയിരിക്കും. അവർക്ക് നമ്മുടെ ഡ്രസ്സ് മുതൽ നമ്മുടെ ഹെയർ കളർ മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പഠിക്കണം എന്ന് വരെ നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് പോട്ടെ, നമ്മൾ ആരെ കല്യാണം കഴിക്കണം എന്ന് വരെ അവർക്ക് നമ്മളെക്കാളും വളരെ നന്നായിട്ട് അറിയാം. ഈ ഒപ്പീനിയൻസ് എല്ലാം ഇവർ നമ്മളടുത്ത് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയും. നമ്മൾ ഇനി എത്ര വേണ്ട, അയ്യോ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ഇവർക്ക് വീണ്ടും വീണ്ടും പറയാൻ ഒരു ത്വരയാണ്. കാലം കൊണ്ടെടുത്ത് പുറത്ത് വെച്ചാൽ തന്നെ ഒരു 10,000 ഒപ്പീനിയൻ കേൾക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടേ ഇവർക്ക് ഇങ്ങനെ അഭിപ്രായം പറയുന്നതിന് പൈസ കിട്ടുമായിരുന്നെങ്കിൽ എന്നെ ഇവർ കോടീശ്വരന്മാരായനെ എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കമന്റ് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും എത്ര കോടി കിട്ടേണ്ട സമയമായി എന്നൊന്ന് കമന്റ് ചെയ്തേക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യത്തിലേറെ വാരിക്കോരി ഒപ്പീനിയൻ തരുന്ന കുറെ ആൾക്കാരില്ലേ, കുറച്ച് ഇത്രയും തരണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇനി ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയട്ടെ. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് നന്നായി, ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചില ആൾക്കാർ ഒരു പുതിയ വഴി കണ്ടുപിടിക്കും. ഓഹ് കിട്ടി, അതൊക്കെ നന്നായി, പക്ഷെ ഇതൊക്കെ വെറും ലക്കല്ലേ, കഴിവുള്ളതുകൊണ്ടൊന്നും അല്ല കേട്ടോ, വെറും ലക്ക്. ഇങ്ങനെ വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഞാൻ പലവട്ടം കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇതൊക്കെ വെറും ഭാഗ്യമാണ്, കഴിവുള്ളതുകൊണ്ടൊന്നും അല്ല. എന്തുകൊണ്ടോ ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നോന്നോ കഴിവുണ്ടെന്നോ എഫേർട്ട് എടുക്കുന്നുണ്ടോന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയെന്നോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരില്ലേ, ഓർമ്മ വരത്തില്ലേ? വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടൊക്കെ ഭയങ്കര പുച്ഛാണ്. പക്ഷേ
നാളെ ഇവർ ഇതേ കാര്യം തന്നെ ചെയ്യും. സി ഡൂയിങ് സിമിലർ തിങ്സ് ഇസ് ഓക്കെ, പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടും അവർ നമ്മളെ ഡീഗ്രേഡ് ചെയ്യുകയും നമ്മളെ പുച്ഛിക്കുകയും ചെയ്തിട്ട് നാളെ അതേ കാര്യം നമ്മൾ ചെയ്ത അതേ കാര്യം ചെയ്യും. അവർ ചെയ്യുമ്പോൾ അത് വളരെ മികച്ച എന്തോ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊന്നും ഒരു വിലയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഏറ്റവും അവസാനത്തതാണ് കുറച്ച് ക്യൂരിയോസിറ്റി കൂടിയ ആൾക്കാർ. ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അവർക്ക് പ്രത്യേകിച്ച് നമ്മളോട് വലിയ സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ഇവർക്ക് എല്ലാം അറിയണം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണം. മേ ബി ഇവർക്ക് അതിലൊരു ഒപ്പീനിയൻ കണ്ടുപിടിക്കാനായിരിക്കും, പക്ഷെ വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്കൊന്ന് കുത്തി ചോദിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവർക്കൊരു സമാധാനവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരോട് നമുക്ക് എന്തും പറയാം, പക്ഷെ അങ്ങനെയുള്ള ഒരു ഇന്റൻഷനും ഇവർക്ക് ഉണ്ടാവില്ല, നമ്മളോട് ഒരു പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടാവില്ല, പക്ഷെ ഇവർക്ക് എല്ലാം ഒന്ന് അറിയണം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്താ പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത്. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ആൾക്കാരെ പരിചയമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ പറയാ, ഇനി എങ്ങനെ ഇതുപോലെയുള്ള നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്യാം. നൗ ദ റിയാലിറ്റി ഈസ് ദാറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളടുത്ത് ഗുഡ് ഇന്റൻഷൻസ് ഉള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ള മിക്ക ആൾക്കാരും നമ്മുടെ സക്സസിൽ സന്തോഷിക്കാത്ത അല്ലെങ്കിൽ അതിലൊന്നും പങ്കുചേരാൻ ആഗ്രഹിക്കാത്ത കുറെ ആൾക്കാരാണ്. ഇവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ബൗണ്ടറീസ് അല്ലെങ്കിൽ പേഴ്സണൽ ബൗണ്ടറീസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന യങ്സ്റ്റേഴ്സിനായിട്ടുള്ള നമ്മൾ പ്രാവീണ്യം കണ്ടുപിടിക്കേണ്ട ഒരു കലയാണ് ദ ആർട്ട് ഓഫ് ഇഗ്നോറിംഗ് പീപ്പിൾ. ഇവരോട് വളരെ റൂഡായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ദിസ് ഇസ് വാട്ട് ദേ വാണ്ട്, ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ദേ വാണ്ട്. കാരണം അവർക്ക് ഇതിന്റെ പേരിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. ദേ വിൽ ത്രൂ ടാൻ നമ്മളെ കുറിച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആൾക്കാരുടെ മെയിൻ ഒരു ലക്ഷ്യം. അപ്പൊ ഇവരോട് വളരെ റൈസ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ദേ വാണ്ട്. മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാതിരിക്കുക. ടൈം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ യുവർ. അതിങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ മാക്സിമം കോൺവെർസേഷൻസ് ഷോർട്ട് ആക്കുക. കാണുമ്പോൾ തിരിഞ്ഞ് ദേഷ്യത്തോടെ പോകണം എന്നൊന്നും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ദേ ക്രിയേറ്റ് എ സീൻ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ദേ വാണ്ട്. അപ്പോൾ മാക്സിമം കോൺവെർസേഷൻസ് വളരെ ഷോർട്ട് ആക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ഷെയർ എനി പ്രൈവറ്റ് ഡീറ്റെയിൽസ് വിത്ത് എനിബഡി. നിങ്ങളുടെ ജീവിതം വളരെ പ്രൈവറ്റ് ആണ് എന്ന് അവർക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. അതുകൊണ്ട് വളരെ ജനറൽ ആയിട്ടുള്ള, വളരെ പെരിഫറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം അവരെന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകുക എന്നല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെയുള്ള ഒറ്റ മനുഷ്യനുമായിട്ട് ഷെയർ ചെയ്യരുത്. ആ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സങ്കടമുള്ള കാര്യം മാത്രമല്ല, സങ്കടമായാലും സന്തോഷമായാലും ഒരൊറ്റ കാര്യങ്ങളും ഇങ്ങനെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് യോജിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. മാക്സിമം നിങ്ങൾക്ക് വളരെ അടുത്തറിയുന്ന, വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഫാമിലി ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ ആ ഫാമിലീസ് ഹോസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിന് മാത്രം പോവുക. നമ്മൾ അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ കൂടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുള്ള ഫംഗ്ഷൻസിൽ പോവാതിരിക്കുക. ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ ആ ബ്രൈഡോ ഗ്രൂമോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമാവും, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ള ഫംഗ്ഷൻസിന് മാത്രം പോവുക. അല്ലാതെ വെറുതെ ഫംഗ്ഷൻസിന് പോവാതിരിക്കുക. കാരണം നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് മാക്സിമം നമുക്ക് മാറ്റി നിർത്താന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് മാക്സിമം നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതെ ഇരിക്കുക. എഗെയിൻ ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചിലവാക്കാൻ നമുക്ക് സമയമില്ല. സോ ഡോണ്ട് അറ്റൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് ടു യു. ആൻഡ് ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, നോ പറയാൻ പഠിക്കുക. നമ്മൾ നോ പറയാന്ന് പറയുന്നത് നമ്മൾ റൂഡ് ആയത് കൊണ്ടല്ല. കാരണം നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് നോ പറയുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവരാണ് റൂഡ്. എപ്പോഴും പബ്ലിക് പ്ലേസിൽ വെച്ചാണ് ഇവർ ഇതുപോലെ അവർക്ക് ആ ഒരു മാനേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളടുത്ത് ഇത്രയും ഹേർട്ട്ഫുൾ ആയിട്ടുള്ള, ഇത്രയും നമ്മളെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഇത്രയും താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഒപ്പീനിയൻസും കമന്റ്സും ഇവർ പറയുന്നത്. നമ്മൾ മിണ്ടാതിരുന്നാൽ പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് നമ്മൾ കുറച്ച് പൊളൈറ്റ് ആയിട്ടിരിക്കും. നമ്മളൊരു പബ്ലിക് പ്ലേസിലാണെന്നുള്ള മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും അവർക്ക് തിരിച്ച് പല മറുപടികളും മനസ്സിലുണ്ടെങ്കിലും കൊടുക്കാത്തത്. അപ്പോഴും നോ പറയാൻ പഠിച്ചാൽ അത് അവരൊരു ഭയങ്കര പ്രിവിലേജ് ആയിട്ട് എടുക്കും. വീണ്ടും നമ്മളോട് ചോദ്യങ്ങളും ഇതുപോലെയുള്ള കമന്റ്സും പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഞാൻ പറയുന്നത് കാമായിട്ട് എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഉണ്ട്. ഇതിടേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഉണ്ട്. നാട്ടുകാരെന്താ പറയും അത് ഞാൻ അന്വേഷിക്കുന്നില്ല. സ്ട്രോങ് ആയിട്ട് എന്നാൽ കാമായിട്ട് മറുപടി കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം. ആ ദുരുദ്ദേശം നടക്കാതാവുക, എന്നാൽ ഇവർക്ക് കിട്ടേണ്ട മറുപടി കൊടുക്കാനും പറ്റുക എന്നുള്ളത് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സേ നോ സ്ട്രോങ്ലി വിത്ത് എ സ്മൈൽ ആൻഡ് യുവർ സ്മൈൽ ക്യാൻ മേക്ക് ദം ഫ്രസ്ട്രേറ്റഡ്. ഗിവ് മീ എ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇഫ് യു തിങ്ക് ഐ ഡിസേർവ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ മടിക്കരുത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇവരേക്ക് ഇഗ്നോർ ചെയ്തിരുന്നത്? നിങ്ങളുടെ
സ്പെഷ്യൽ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാം, എനിക്കും പറഞ്ഞു തരാം. ഐ യൂസ് ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ. സോ ദിസ് ഇസ് അപർണ സൈനിങ് ഓഫ്. ബൈ ബൈ.